സ്കാം 1992 ഈ വെബ് സീരീസ് കണ്ടിട്ടുള്ളവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കും കേട്ട് പരിചയമുള്ള ഒരു പേരുണ്ട്, ഹർഷദ് മെഹ്ത. ആരാണ് ഇയാൾ? എന്താണ് ഇദ്ദേഹം ചെയ്തത്? കൂടുതൽ വിവരങ്ങളിലേക്ക് ഇത് പോകുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു ഹർഷദ് മെഹ്ത ചെയ്തത്. ഓഹരിയുടെ വില കൃത്രിമമായി കൂട്ടുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്കാം ആയിരുന്നു അത്. 1992 മുംബൈയിലാണ് ഇത് നടന്നത്. 4000 കോടിയാണ് ഈ സ്കാമിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഹർഷദ് മെഹ്ത എന്ന് പറയുന്നത് ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു. ഇനി എന്താണ് ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാനിപ്പുലേറ്റിംഗ് ആണ് ഇദ്ദേഹം ചെയ്തത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ സ്റ്റോക്ക് മാനിപ്പുലേറ്റിംഗ് എന്ന്. അതായത് ഇദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ഷെയർ വാങ്ങിക്കുകയാണ്. ആ ഷെയർ ഇരട്ടിക്കിരട്ടിയായിട്ട് വാങ്ങിച്ചിട്ടിരിക്കും. തുടർന്ന് ഈ ഷെയറിന്റെ റേറ്റ് ആർട്ടിഫിഷ്യലി കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരു സ്റ്റോക്കിന്റെ റേറ്റ് കൂടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റാളുകൾ ഇത് ശ്രദ്ധിക്കുകയും ഈ സ്റ്റോക്ക് അവരും വാങ്ങിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ ആൾക്കാരും ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ റേറ്റ് കൂടും. അങ്ങനെ ഇതിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആള് ഈ സ്റ്റോക്ക് വിൽക്കാൻ തുടങ്ങുകയും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ പൈസ കിട്ടുകയും ചെയ്യുന്നു. തുടർന്നായിരിക്കും ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാകുക ഇതൊരു സ്കാം ആണെന്ന്. അങ്ങനെ ഇതിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആള് ഈ സ്റ്റോക്ക് വിൽക്കാൻ തുടങ്ങുകയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ പൈസ കിട്ടുകയും ചെയ്യുന്നു. തുടർന്നായിരിക്കും മറ്റാളുകൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു സ്കാം ആണെന്നുള്ള കാര്യം. ഇങ്ങനെ ഒരു സ്റ്റോക്ക് മാനിപ്പുലേറ്റിംഗ് ചെയ്യണമെങ്കിൽ നല്ല പൈസ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ഇദ്ദേഹം എന്തായിരിക്കും ചെയ്തതെന്ന് വെച്ചാല്, ഇദ്ദേഹം ഒത്തിരി സ്കാമുകളൊക്കെ ചെയ്യുകയും ആ ടൈമില് ബാങ്കിങ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു ലൂപ്പ് ഹോള് കണ്ടെത്തുകയും അതിൽ വെച്ചിട്ട് ഒത്തിരി ഫ്രോഡ് പരിപാടികൾ ചെയ്തിട്ടുമായിരുന്നു ഹർഷദ് മെഹ്ത സ്റ്റോക്ക് മാനിപ്പുലേറ്റിംഗ് ചെയ്യാനായിട്ടുള്ള പൈസ ഉണ്ടാക്കിയിരുന്നത്. തുടർന്ന് ഹർഷദ് മെഹ്തയുടെ ഈ സ്കാം പരിപാടികളൊക്കെ പിടിക്കപ്പെടുകയും ഇദ്ദേഹത്തിന്റെ ഫുൾ പൈസയും ഇല്ലാതാവുകയും ചെയ്യുകയാണ്. പിന്നെ ബാങ്കിങ് സിസ്റ്റത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സിസ്റ്റം മുഴുവനായിട്ടും തകർന്നു പോവുകയും ഈ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് നിരവധി പൈസ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ ഹർഷദ് മെഹ്ത ഇതെല്ലാം കൊണ്ട് ഒരു സെലിബ്രിറ്റി ആയി മാറുകയായിരുന്നു പിന്നീട് കണ്ട കാഴ്ച. അതായത് പത്രങ്ങളും മാഗസീൻസും ഒക്കെ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഫോട്ടോസും ആർട്ടിക്കിൾസും ഒക്കെ അങ്ങ് അച്ചടിച്ചിറക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഹർഷദ് മെഹ്ത ഒരു സ്റ്റോക്ക് മാനിപ്പുലേറ്റിംഗ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കിയത്. പക്ഷെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഏരിയൽ ലൈഫ്, ഇദ്ദേഹം എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നെത്തിയെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. 1984 ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഒരു പാവപ്പെട്ട, നമ്മളെ പോലെയൊക്കെ തന്നെ ഒരു നിർധനരായ കുടുംബത്തിലായിരുന്നു നമ്മുടെ ഹർഷദ് മെഹ്തയും ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലായിരുന്നു. പിന്നെ 1976 ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ കോളേജ് ലൈഫ് ഇദ്ദേഹം മുംബൈയില് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഹർഷദ് മെഹ്തയുടെ ഒരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ 26ാമത്തെ വയസ്സിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ 26ാമത്തെ വയസ്സിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയില് ഒരു സെയിൽസ്മാൻ ആയിട്ട് നമ്മുടെ ഹർഷദ് മെഹ്ത ജോയിൻ ചെയ്യുകയാണ്. ഇവിടെ വെച്ചാണ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങൾ ഹർഷദ് മെഹ്ത മനസ്സിലാക്കി തുടങ്ങിയത്. അങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിനെ കുറിച്ച് മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ജോലി, അതായത് ആ ഇൻഷുറൻസ് കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹം ഉപേക്ഷിക്കുകയും ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ചെയ്തത്. ഇതിനായിട്ട് ഒത്തിരി സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ അടുത്ത് പോയിട്ട് വർക്ക് ചെയ്യുകയും അവരുടെ കൂടെ നിന്നിട്ട് ഈ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ 30ാമത്തെ വയസ്സിലേക്ക് ഇദ്ദേഹം എത്തിയപ്പോഴേക്കും ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന രീതികളൊക്കെ നിർത്തിയിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം, അതായത് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഗ്രോമോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് എന്നായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് 30ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയിൽ ഇദ്ദേഹം ഒത്തിരി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 32 വയസ്സൊക്കെ ആകാറായപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം വരെയാണ് ഇതൊരു വലിയ സ്കെയിലില് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഇദ്ദേഹം ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് മാനിപ്പുലേറ്റിംഗ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നല്ല രീതിയിലുള്ള ഒരു ഫണ്ട് വേണം. സോ ഈ ഫണ്ട് എവിടെ നിന്ന് ഒപ്പിക്കുമോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ഒത്തിരി സ്കാമുകൾ നടത്തുകയും ആ ടൈമിൽ ബാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന ലൂപ്പ് ഹോൾ മുതലെടുക്കുകയും ഒത്തിരി ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റോക്ക് മാനിപ്പുലേറ്റിംഗ് കണ്ടുപിടിക്കുക, ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെയായിരുന്നു പിന്നെ നടന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഈ സ്റ്റോക്ക് മാനിപ്പുലേറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും സ്റ്റോക്കിന്റെ റേറ്റ് കൂടും. അപ്പൊ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ടൈമിൽ ഒരു പീക്കിംഗ് ലെവലില് ബുൾ റൺ നടക്കുകയാണ്. സോ ഇദ്ദേഹത്തെ, അതായത് നമ്മുടെ ഹർഷദ് മെഹ്തയ്ക്ക് ആ ടൈമിൽ വീണ ഒരു പേരാണ് ദ ബിഗ് ബുൾ എന്നുള്ളത്.
അങ്ങനെ ഇദ്ദേഹത്തിന് ആ ടൈമിൽ ഒരു വലിയ ബംഗ്ലാവ്, ലക്ഷറിയസ് ആയിട്ടുള്ള കാറിന്റെ കളക്ഷൻ തുടങ്ങി ഇദ്ദേഹം ഒരു ലക്ഷറിയസ് ലൈഫായിരുന്നു ആ ടൈമിൽ ജീവിച്ചിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, പണം നമ്മുടെ കയ്യിൽ വരും പോകും. അത് തന്നെയായിരുന്നു ഹർഷദ് മെഹ്തയുടെ കാര്യത്തിൽ നടന്നിരുന്നത്. ഇദ്ദേഹത്തിന്റെ സ്കാം പരിപാടികളൊക്കെ പിടിക്കുകയും ഇദ്ദേഹത്തിന്റെ പൈസ മുഴുവനായിട്ടും ഇല്ലാണ്ടാവുകയും ചെയ്യുകയായിരുന്നു പിന്നീട് നടന്നത്. അങ്ങനെ ആ ടൈമില് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഒരു വലിയ ക്രൈസിസിലേക്ക് പോവുകയും 4000 കോടി അടുപ്പിച്ചായിരുന്നു ആ ടൈമിൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനുണ്ടായ നഷ്ടം എന്ന് പറയുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം വിജയ ബാങ്കിന്റെ അന്നത്തെ ചെയർമാൻ വിജയ ബാങ്കിന്റെ മുകളിൽ നിന്ന്, അതായത് മുകളിലെ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. SBI തുടങ്ങിയ വലിയ ബാങ്കുകളുടെ ടോപ്പ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനെ ഫയർ ചെയ്യുകയും ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഹർഷദ് മെഹ്തയുടെ പുറത്ത് 600 സിവിൽ കേസുകളും 70 ക്രിമിനൽ കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് 1992 ആയപ്പോഴേക്കും CBI ഹർഷദ് മെഹ്തയെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് 2001 ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ 47ാമത്തെ വയസ്സിൽ ഇദ്ദേഹം സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം മരണപ്പെടുകയാണ് ചെയ്തത്. സോ ഹർഷദ് മെഹ്തയെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.